ഫുട്ബോൾ ലോകം അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്, യോക്കീം ക്ലെമന്റ്. അദ്ദേഹം ഒരു ഫുട്ബോൾ നിരീക്ഷകനല്ല, പ്രവചനാതീതമായ ഫുട്ബോളിനെ ഗണിതശാസ്ത്രം കൊണ്ട് അളക്കുന്ന മാത്തമെറ്റീഷ്യനാണ്. പോയ 3 ലോകകപ്പുകളിലും ലോകമെമ്പാടുമുള്ള പണ്ഡിറ്റുകൾ പ്രവചനങ്ങൾ നടത്തി പരാജയപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ കൃത്യമായിരുന്നു. 2014 ബ്രസീലിൻ്റെ മണ്ണിൽ ജർമ്മനി മുത്തമിടുമെന്ന് പറഞ്ഞത് ഇതേ ക്ലെമൻ്റാണ്. 2018 റഷ്യയിൽ ഫ്രാൻസ് ഭരിക്കുമെന്നും 2022 ഖത്തറിൻ്റെ മണ്ണിൽ മെസ്സി കിരീടമുയർത്തുമെന്നും ടൂർണമെൻറ്റ് തുടങ്ങും മുമ്പേ ഇദ്ദേഹം പ്രവചിച്ചു. 100% ക്രിസ്റ്റൽ ക്ലിയർ. അതേ മാത്തമെറ്റീഷ്യൻ 2026 ലോകകപ്പിനുള്ള തൻ്റെ പ്രവചനം ഇതിനോടകം നടത്തിയിട്ടുണ്ട്. ഇത്തവണ കപ്പടിക്കുന്നത് ബ്രസീലല്ല, അർജന്റീനയല്ല, ഫ്രാൻസുമല്ല. ചരിത്രത്തിൽ ഇതുവരെ ഒരു ലോക കിരീടം പോലുമില്ലാത്ത 3 തവണ ഫൈനലിൽ തോറ്റ ഓറഞ്ച് പടയാണത്, നെതർലാൻഡ്സ്. ഒരു രാജ്യത്തിൻ്റെ GDP, ജനസംഖ്യ, സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ളവ കൂടി വിലയിരുത്തിയാണ് ക്ലെമന്റ് തൻ്റെ പ്രവചനം നടത്തുന്നത്. ഫുട്ബോൾ പോലൊരു കളിയിൽ ഇത്തരം പ്രവചനങ്ങൾക്ക് അത്ര വലിയ പ്രസക്തിയൊന്നുമില്ല. ക്ലെമന്റ് പോലും അത് അംഗീകരിക്കുന്നു. ഒരു കൗതുകത്തിന് ഈ കാര്യം പറഞ്ഞെന്ന് മാത്രം. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പുകൾ പോലെ തന്നെയാണ് ലോകകപ്പുകളും. പ്രവചനങ്ങളും വിലയിരുത്തലുകളുമെല്ലാം അവിടെയും യഥേഷ്ടം നടക്കുന്നു. ആധുനിക ഡാറ്റാ സയൻസിൻ്റെ നെടുന്തൂണായ ഒപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടറും സാമ്പത്തിക വിദഗ്ധരായ ഗോൾഡ്മാൻ സച്ചിൻ്റെ AI മോഡലുകളും പറയുന്നത് സ്പെയിൻ കൂളായി കപ്പടിക്കുമെന്നാണ്. ചരിത്രവും കണക്കുകളും തമ്മിൽ കോർക്കുന്ന ഈ പോരാട്ടത്തിൽ ആരാണ് മുന്നിൽ? ഒപ്റ്റ അനലിസ്റ്റ് നൽകുന്ന ഓർഡറാണ് നമ്മളിവിടെ പിന്തുടരുന്നത്. ഓഫ് കോഴ്സ് പറയുന്ന ഓർഡറിൽ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാകും. ആരാണ് ഈ ലോകകപ്പിലെ ഫേവറേറ്റ്സ്? നമുക്ക് നോക്കാം. ലോകകപ്പ് ചരിത്രത്തിൽ ദ കൈസ് ഓഫ് ഫേവറേറ്റ്സ് എന്നൊരു ചരിത്രമുണ്ട്. ടൂർണമെൻറ്റ് തുടങ്ങും മുമ്പ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ടീമുകൾ പൊതുവെ കണ്ണീരോടെ മടങ്ങാറാണ് പതിവ്. 2002 ലോകകപ്പിലെ അർജന്റീനയെ ഓർമ്മയില്ലേ? 17 മത്സരങ്ങളിൽ തോൽവറിയാതെ വന്ന മൈസലോ ബിയൽസയുടെ അർജന്റീനയായിരുന്നു അന്ന് ഹോട്ട് ഫേവറേറ്റുകൾ. പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ അവർ പുറത്തായി. അന്ന് കപ്പടിച്ചതോ യോഗ്യതാ റൗണ്ടിൽ വിറച്ചു വന്ന ബ്രസീൽ. 2006 ബ്രസീലായിരുന്നു സകല പ്രവചനങ്ങളിലും മുന്നിൽ. ഓരോ പൊസിഷനിലും സൂപ്പർ താരങ്ങളുള്ള അതിഗംഭീരമായൊരു ടീം. പക്ഷേ 10ൽ ഒരു സാധ്യത മാത്രമുണ്ടായിരുന്ന ഇറ്റലിയാണ് അന്ന് കിരീടം ചൂടിയത്. പക്ഷേ 2010 കഥ മറിച്ചായിരുന്നു. അന്ന് ലോകകപ്പ് തുടങ്ങും മുമ്പേ സ്പെയിനായിരുന്നു ഫേവറേറ്റ്സ്. യൂറോ കപ്പ് ജേതാക്കളെന്ന പകിട്ടും സ്പെയിനിനുണ്ടായിരുന്നു. ഫേവറേറ്റ്സായി അവർ തന്നെ കപ്പിടിക്കുകയും ചെയ്തു. 2014 ലോകകപ്പിൽ സ്വന്തം മണ്ണിലും ബ്രസീൽ തന്നെയായിരുന്നു ഫേവറേറ്റ്സുകൾ. പക്ഷേ അന്ന് സാധ്യതകളിൽ ബ്രസീലിന് പിന്നിലായിരുന്ന ജർമ്മനി അവരെ നാണം കെടുത്തി വിട്ടു. 2018 ബ്രസീലും ജർമ്മനിയും സാധ്യതകളിൽ ഒപ്പത്തിനൊപ്പമായിരുന്നു. പക്ഷേ ജർമ്മനി ആദ്യ റൗണ്ടിൽ പുറത്തായി. ബ്രസീലോ ക്വാർട്ടർ വരെ മാത്രമാണ് മുന്നേറിയത്. ഫിഫ നൽകുന്ന ഡാറ്റ പ്രകാരം 2022 ലോകകപ്പിലും ബ്രസീൽ തന്നെയായിരുന്നു ഫേവറേറ്റ്സ്. പക്ഷേ നടന്നതെന്തെന്ന് നമുക്കറിയാം. ഇക്കുറിയും പ്രവചനങ്ങളും ഫേവറേറ്റ്സുകളും യഥേഷ്ടമുണ്ട്. ഇതുവരെ ലോകകപ്പ് നേടിയത് 8 രാജ്യങ്ങൾ മാത്രമാണ്. ഇതിൽ 5 യൂറോപ്പിൽ നിന്ന്, 3 തെക്കേ അമേരിക്കയിൽ നിന്ന്. ഏഷ്യയിലും ആഫ്രിക്കയിലുമെല്ലാം ഫുട്ബോൾ വളർന്നിട്ടുണ്ടെങ്കിലും ഇക്കുറിയും മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ വയ്യ. അപ്പോൾ പ്രഡിക്ഷനുകളിൽ കിരീടം നേടാൻ സാധ്യതയുള്ള ടീമുകളെ പരിശോധിക്കാം. പൊതുവെ പ്രവചനങ്ങളിലെല്ലാം കപ്പ് നേടാനുള്ള ടീമുകളിൽ 7ാം സ്ഥാനത്തുള്ളത് ജർമ്മനിയാണ്. ഒപ്റ്റ അനലിസ്റ്റ് ജർമ്മനിക്ക് കപ്പ് നേടാൻ 5.66% ചാൻസാണ് കൊടുക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ജർമ്മൻ അലമാനിയ പ്രതാപകാലത്തല്ല. പോയ 4 പ്രധാന ടൂർണമെൻറ്റുകളിലും ഒരു സെമി ഫൈനൽ പോലും കാണാനാകാത്ത ടീമാണ് ജർമ്മനി. പക്ഷേ ഇത് ജർമ്മനിയാണ്. ഫുട്ബോളിനെ ഏറ്റവും പ്രൊഫഷണലായി കാണുന്നവർ. ജൂലിയൻ നെഗൽസ്മാൻ എന്ന യുവ കോച്ച് മോഡേൺ ഫുട്ബോളിനനുസരിച്ച് കരുക്കൾ നീക്കുന്നയാളാണ്. ജമാൽ മുസിയാല, ഫ്ലോറിയൻ വിറ്റ്സ്, കൈ ഹവേർട്സ് എന്നിവരടങ്ങുന്ന യുവ അറ്റാക്കിംഗ് നിരയാണ് കരുത്ത്. ഒപ്പം ക്യാപ്റ്റൻ ജോഷുവ കിമിച്ച് നയിക്കുന്ന മധ്യനിരയും അന്റോണിയോ റൂഡിഗർ, ജൊനാഥൻ തായ് എന്നിവരടങ്ങുന്ന പ്രതിരോധ നിരയും കരുത്ത് തന്നെ. സ്ഥിതിവിവരക്കണക്കുകളും പ്രവചനങ്ങളും എന്തു തന്നെയായാലും വലിയ ടൂർണമെൻറ്റുകളിൽ അവസാന നിമിഷം വരെ പോരാടി അട്ടിമറികൾ നടത്താനുള്ള ജർമ്മനിയുടെ സോൾഡാറ്റൻ ഫുട്ബോൾ ശൈലിയും ലോകപ്രസിദ്ധമാണ്. ഒപ്റ്റയുടെ കണക്കിൽ 6ാം സ്ഥാനത്തുള്ളത് ബ്രസീലാണ്. പോയ ലോകകപ്പുകളിലെല്ലാം സാധ്യതകളിൽ 1ാം സ്ഥാനം കൽപ്പിച്ചിരുന്ന ബ്രസീലിന് ഇതത്ര നല്ല കാലമല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ 2002 ഫേവറേറ്റുകളല്ലാതെ വന്ന് കപ്പും റാഞ്ചിപ്പോയ കാനറികളെ എങ്ങനെ മറക്കാൻ? വിനീഷ്യസ് ജൂനിയർ, റഫീഞ്ഞ, മത്തേവ്യൂസ് കുഞ്ഞ എന്നിവരടങ്ങുന്ന മാരക അറ്റാക്കിംഗ് നിരയാണ് ബ്രസീലിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. നെയ്മർ കൂടി പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്ത് ഈ ആക്രമണ നിരയിലേക്ക് ചേർന്നാൽ അതൊരു ബീസ്റ്റ് ടീമാകും. പണ്ട് കഫു, റോബർട്ടോ കാർലോസ്, മായ്സലോ, ഡാനി അൽവസ് തുടങ്ങിയ ഇതിഹാസ വിംഗ് ബാക്കുകളാൽ സമ്പന്നമായിരുന്നു ബ്രസീൽ. എന്നാൽ ഇന്ന് ടീം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ലോകോത്തര നിലവാരമുള്ള ഫുൾ ബാക്കുകളുടെ കുറവാണ്. ഡാനിലോ, വെസ്ലി തുടങ്ങിയ കളിക്കാർ മികച്ചവരാണെങ്കിലും ആധുനിക ഫുട്ബോളിന് ആവശ്യമായ വേഗതയോ അറ്റാക്കിംഗ് ശൈലിയോ അവർക്കില്ല. മിഡ്ഫീൽഡിൽ കസമിറോയുടെ ഫോമും നിർണായകമാകും. കാർലോ അഞ്ചലോട്ടി ടൂർണമെൻറ്റുകൾ വിജയിപ്പിക്കാൻ കെൽപ്പുള്ള കോച്ച് തന്നെയാണ്. 5 ചാമ്പ്യൻസ് ലീഗ് കിരീട വിജയങ്ങൾ അതിനെ സാക്ഷ്യമാണ്. പക്ഷേ പെനൽറ്റി ഷൂട്ടൗട്ടുകൾ അടക്കമുള്ള വിജയിപ്പിക്കാൻ ആവശ്യമായ ഒരു മെൻറ്റാലിറ്റി കൂടി ടീമിന് നൽകുക എന്നതാകും ആഞ്ചലോട്ടിക്ക് മുന്നിലുള്ള വെല്ലുവിളി.
കൂടാതെ ലോകകപ്പ് ചരിത്രത്തിൽ ഇതുവരെ ഒരു വിദേശ പരിശീലകനും കപ്പടിച്ചിട്ടില്ല എന്ന ചരിത്രപരമായ ശാപവും ആഞ്ചലോട്ടിക്ക് മുന്നിലുണ്ട്. ഒപ്റ്റ കിരീട സാധ്യതയിൽ 6ാമതാണ് ബ്രസീലെങ്കിൽ ESPN 4ാം സ്ഥാനത്താണ് ബ്രസീലിനെ നിർത്തുന്നത്. ഇതുവരെ ലോകകപ്പ് നേടാത്ത ഒരു ടീം ഇക്കുറി ലോകകപ്പ് ഫേവറേറ്റുകളുടെ ലിസ്റ്റിലുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ. എല്ലാം കൊണ്ടും ഒരു കപ്പ് നേടാനുള്ള അവസരമാണ് പറങ്കിപ്പടക്ക് ഒത്തുവന്നിരിക്കുന്നത്. ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാർഡോ സിൽവ, വിറ്റീഞ്ഞ എന്നിവർ നയിക്കുന്ന മിഡ്ഫീൽഡ് ലോകോത്തരമാണ്. ക്ലബ് ഫുട്ബോളിൽ 21 അസിസ്റ്റുകളുമായി പ്രീമിയർ ലീഗിൽ റെക്കോർഡിട്ട ബ്രൂണോയുടെ ഫോമാണ് പോർച്ചുഗലിൻ്റെ പ്ലേ മേക്കിങ്ങിലെ കരുത്ത്. പ്രതിരോധത്തിൽ റൂബൻ ഡയൻസിനൊപ്പം അന്റോണിയോ സിൽവയോ ഗോൺസാലോ ഇനാസിയോയോ പോലുള്ള ഇവർ സെൻറ്റർ ബാക്കുകളാണ് കൂടെ എത്തുക. ഇവർക്ക് വലിയ ടൂർണമെൻറ്റുകളിലെ സമ്മർദ്ദം അതിജീവിക്കാനുള്ള പരിചയസമ്പത്തുണ്ടോ എന്നത് സംശയമാണ്. മിഡ്ഫീൽഡിൻ്റെ വേഗതയ്ക്കൊപ്പം ക്രിസ്ത്യാനോ എത്രത്തോളം സിങ്കാകുമെന്നും കണ്ടറിയണം. റോബർട്ടോ മാർട്ടിനസിനൊപ്പം UEFA നേഷൻസ് ലീഗ് കിരീടം നേടിയ ആത്മവിശ്വാസവുമായാണ് പോർച്ചുഗൽ വരുന്നത്. പക്ഷേ ബെൽജിയത്തിൻ്റെ ഗോൾഡൻ ജനറേഷനെ ഒരു ട്രോഫിയും നേടിക്കൊടുക്കാത്തവൻ എന്ന ചീത്തപ്പേര് ഈ കോച്ചിനുണ്ട്. എന്തുതന്നെയായാലും ഇത് ക്രിസ്ത്യാനോയുടെ 6ാമത്തെയും അവസാനത്തെയും ലോകകപ്പാണ്. കരിയറിൽ ബാക്കിയുള്ള ആ ഒരേ ഒരു കിരീടത്തിനായി 41ാം വയസ്സിലും CR7 ഇറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. ഒപ്റ്റ അനലിസ്റ്റിൻ്റെ കണക്കിൽ 4ാം സ്ഥാനത്തുള്ളത് അർജന്റീനയാണ്. അർജന്റീന എന്ന് പറയുമ്പോൾ ഡിഫെൻഡിംഗ് ചാമ്പ്യന്മാരായ ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനക്കാരായ അൽബി സെലസ്റ്റുകൾ. യോഗ്യതാ റൗണ്ടുകളിൽ ഏതാണ്ട് ലോകകപ്പ് വിജയിച്ച അതേ ടീമിനെ തന്നെയാണ് സ്കലോണി കളിപ്പിച്ചത്. ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ളവർ പോയ ലോകകപ്പിൽ അതേ ഫോമിലല്ല. എങ്കിലും മെസ്സി തന്നെയാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് കളിയെ മാറ്റിമറിക്കാവുന്ന നമ്പറുകൾ ഇന്നും ആ കാലുകളിലുണ്ട്. ലൗതാരോ മാർട്ടിനസ്, ജൂലിയൻ അൽവാരസ്, എൻസോ ഫെർണാണ്ടസ് അടക്കമുള്ള യുവനിരയുണ്ട്. പല ടീമുകൾക്കില്ലാത്തതും അർജന്റീനക്കുള്ളതുമായ ഒന്നുണ്ട്. അർജന്റീന ടീമിലെ പലരും വർഷങ്ങളായി ഒരുമിച്ച് കളിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മൈതാനത്തുള്ള ആശയവിനിമയവും പരസ്പര ധാരണയും വളരെ കൂടുതലാണ്. മറ്റൊന്ന്, സ്കലോണി യുഗത്തിൽ അർജന്റീന ടീമിൻ്റെ കോൺഫിഡൻസ് ലെവലും മെൻറ്റാലിറ്റിയുമാണ്. അത് വേറെ തന്നെയാണ്. ഷൂട്ടൗട്ടുകൾ അടക്കമുള്ള സമ്മർദ്ദഘട്ടങ്ങൾ അനായാസം കടക്കാൻ അവർക്കായതും അതുകൊണ്ട് തന്നെയാണ്. 1ാം നമ്പറുകാർ ലോകകപ്പ് അടിക്കില്ലെന്നൊരു അന്ധവിശ്വാസമുണ്ട്. ചാമ്പ്യന്മാർ കിരീടം നിലനിർത്തിയതും അപൂർവങ്ങളിൽ അപൂർവം. ഈ വിശ്വാസങ്ങളെയെല്ലാം തച്ചുടച്ച് അർജന്റീന കിരീടം നേടുമോ? 3ാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിൻ്റെ പുതിയ ഗോൾഡൻ ജനറേഷൻ. ഇംഗ്ലണ്ടിന് എന്നാണ് ഗോൾഡൻ ജനറേഷൻ ഇല്ലാത്തത് എന്ന് ചോദിക്കരുത്. തകർപ്പൻ ഫോമിലുള്ള ഹാരി കെയ്ൻ തന്നെയാണ് ഇവരുടെ കുന്തമുന. യോഗ്യതാ റൗണ്ട് മാനദണ്ഡമാക്കിയാൽ ഏറ്റവും ഫോമിലുള്ള ടീം ഇവരാണ്. ക്വാളിഫയേഴ്സിൽ കളിച്ച് എല്ലാ മത്സരങ്ങളും വിജയിക്കുകയും ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്യാതിരിക്കുകയും ചെയ്ത ഒരേ ഒരു യൂറോപ്യൻ ടീമാണ് ഇംഗ്ലണ്ട്. ജൂഡ് ബെല്ലിംഗാം, ഡെക്ലാൻ റൈസ് എന്നിവരടങ്ങുന്ന മിഡ്ഫീൽഡിന് സ്റ്റാർ ക്വാളിറ്റിയുണ്ട്. കോൾ പാമർ, ഫിൽ ഫോഡൻ തുടങ്ങിയ വമ്പൻ താരങ്ങളെപ്പോലും മാറ്റി നിർത്താൻ തക്കവണ്ണമുള്ള മാരക സ്കോഡ് ഡെപ്താണ് തോമസ് ടുഹേലിൻ്റെ ആത്മവിശ്വാസം. പക്ഷേ കടലാസിലുള്ള കരുത്ത് പലപ്പോഴും കളത്തിൽ കാണിക്കാത്തവരാണ് ഇംഗ്ലണ്ട്. വലിയ ടൂർണമെൻറ്റുകളുടെ പ്രഷർ വന്നാൽ തളരുന്നവർ എന്ന ചീത്തപ്പേര് മാറ്റുകയാണ് ഇംഗ്ലണ്ടിൻ്റെ ലക്ഷ്യം. തോമസ് ടുഹേലിൻ്റെ പ്രധാന കടമ്പയും ഈ പേര് മാറ്റുക എന്നതാകും. സാധ്യതകളിൽ 2ാം സ്ഥാനത്തുള്ളത് ഫ്രാൻസ്. സ്കോഡ് ഡെപ്തിൽ ഇവരെ വെല്ലാൻ മറ്റാരുണ്ട്? ബെഞ്ചിലിരിക്കുന്ന താരങ്ങൾ പോലും യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളിലെ പ്രധാന കളിക്കാർ. ഒരു താരം ഫോം ഔട്ടായാലോ പരിക്കേറ്റാലോ പകരം വെക്കാൻ അതിലും മികച്ച താരങ്ങൾ അവർക്കുണ്ട്. കോച്ച് എന്ന നിലയിൽ 2 തവണയും കളിക്കാരൻ എന്ന നിലയിൽ 1 തവണയും ഫൈനൽ കളിച്ച ദശാംസിന് ലോകകപ്പിൻ്റെ സകല കെമിസ്ട്രിയും അറിയാം. പോയ തവണത്തെ പോലെ എംബാപ്പെ തന്നെയാണ് ഫ്രഞ്ചുകാരുടെ പടത്തലവൻ. ഒസ്മാനെ ഡെംബലെ, മൈക്കൽ ഒലീസെ, റിയാൻ ചെർക്കി, വില്യം സലീബ, ദസറേ ദുവെ എന്നിങ്ങനെ സൂപ്പർ താരങ്ങളുടെ പേരുകൾ നീണ്ടു പോകുന്നു. സെനഗൽ, നോർവേ എന്നിവർക്കൊപ്പം ഗ്രൂപ്പിലിറങ്ങുന്ന ഫ്രാൻസിന് ആദ്യ മത്സരങ്ങൾ മുതലേ കടുത്ത പോരാട്ടമാണ്. സൗഹൃദ മത്സരത്തിൽ മലർത്തിയടിച്ച് ഓവർ കോൺഫിഡൻസ് വേണ്ടെന്നൊരു മെസ്സേജ് ഫ്രാൻസിന് ഐവറി കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇക്കുറി പല സാധ്യതാ ലിസ്റ്റുകളിലും മുന്നിലുള്ളത് സ്പെയിനാണ്. ലാ റോജാസ്. ടിക്കി ടാക്കയെ പെട്ടിയിൽ മടക്കി കൂടുതൽ വേഗതയേറിയ ഫുട്ബോളാണ് അവരിപ്പോൾ കളിക്കുന്നത്. ലമീൻ യമാൽ, നീക്കോ വില്യംസ് തുടങ്ങിയ യുവ വിംഗർമാരുടെ സാന്നിധ്യമാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. കൂടെ റോഡ്രിയും പെഡ്രിയും ചേരുന്ന മധ്യനിര. പക്ഷേ ഒരു പ്രോപ്പർ നമ്പർ 9ൻ്റെയും എക്സ്പീരിയൻസ്ഡായ ഡിഫൻഡർമാരുടെയും കുറവുണ്ട്. റാമോസ്, പിക്കോ, പുയോൾ എന്നിവർ അണിനിരന്ന പോലെ ഒരു പ്രതിരോധ ലൈനപ്പ് നിലവിൽ സ്പെയിനിനില്ല. കൂടാതെ ലോകകപ്പ് ചരിത്രം നോക്കിയാൽ 2010 മാറ്റി നിർത്തിയാൽ മറ്റ് 14 ലോകകപ്പുകളിലും സ്പെയിനിനെ സെമി ഫൈനൽ പോലും കാണാനായിട്ടില്ല. എങ്കിലും ഒപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ 1ാം നമ്പർ ഫേവറേറ്റ് സ്പെയിൻ തന്നെയാണ്. പക്ഷേ ESPN 5ാം സ്ഥാനമാണ് സ്പെയിനിന് നൽകിയത്. എന്നാൽ വമ്പന്മാരെ ഉറപ്പിക്കാൻ പോകുന്ന കുറച്ച് ഡാർക്ക് ഹോയ്സുകൾ അഥവാ കറുത്ത കുതിരകൾ ഇക്കുറി വേറെയുമുണ്ട്. എർലിംഗ് ഹാളൻഡിൻ്റെ നോർവേയാണ് ഇതിൽ മുന്നിൽ. നെതർലൻഡ്സ്, ബെൽജിയം എന്നിവരും കരുത്തർ തന്നെ. കൊളംബിയ, മൊറോക്കോ എന്നിവരും എന്തിനും പോന്നവർ തന്നെയാണ്.